ദൈവം ഒരു പക്ഷപാതിയല്ല. എല്ലാവരുടെ ഇടയിലും സമത്വമായിട്ട് പെരുമാറുന്നതാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് ദൈവം. പക്ഷേ ചില ആൾക്കാർ കോടിക്കണക്കിന് രൂപയുടെ നടുവിലേക്കാണ് പിറന്നു വീഴുന്നത്. ജനിക്കുമ്പോൾ തന്നെ അവൻ കോടീശ്വരനാണ്. ചിലരാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ നടുവിലേക്കാണ് വഴുതി വീഴുന്നത്. ഒരു പിടി ചോറിന് പോലും ഗതിയില്ലാത്തവർ. പക്ഷേ ഇവർ രണ്ടുപേരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അമ്പലങ്ങളിലോ പള്ളികളിലോ പോകാറുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും എങ്ങനെയായിരിക്കും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക? ഒരു പിടി ചോറിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേയാൾ അയാൾക്ക് സമാധാനവും സന്തോഷവും അയാളുടെ സ്വത്തുക്കളൊക്കെ സംരക്ഷിക്കുവാനുള്ള സംരക്ഷകനായി ദൈവത്തെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവം വല്ലാത്ത പ്രതിസന്ധിയിലായി പോകുന്ന ഒരു സമയമാണത്. ഇതിനൊക്കെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ആവലാതികളും വേവലാതികളും നമ്മുടെ പ്രശ്നങ്ങളും ഇതെല്ലാം ഇറക്കി വെക്കുവാനുള്ള ഒരിടമല്ലത്രേ ദേവാലയങ്ങൾ. അവിടെ നിങ്ങൾക്ക് കിട്ടിയതിനുള്ള നന്ദി സൂചകമായി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയുള്ള സ്ഥലമത്രേ. അങ്ങനെയെങ്കിൽ ഈ യാചകനും ഒരു പിടി ചോറിന് വകയില്ലാത്തവനും കോടീശ്വരന്മാരുമൊക്കെ നന്ദി പറയേണ്ടതിന് പകരം ആവലാതിയും അവർക്ക് വേണ്ടത് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ദൈവത്തിന് ഇരിക്കപ്പുറതിയില്ല.